ഞാനകത്തേക്ക് വന്നോട്ടെ? ആ വരൂ 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 താങ്ക് യു. വരൂ വരൂ. എന്തൊക്കെയുണ്ട്, സുധനല്ലേ? ആ ഡോക്ടർ, നിങ്ങളെപ്പറ്റി എന്റെ അങ്കിൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കൂട്ടോ, ഞാൻ പോയി ചായ ഇട്ടോണ്ട് വരാം. അതെ, വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കഴിച്ചിട്ടാ വന്നത്. പിന്നെ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അദ്ദേഹത്തിന് നന്നായിരിക്കുന്നു. എന്തോ ജോലിയുണ്ടെന്നും പറഞ്ഞ് പുറത്തു പോയിരിക്കാ. ഇപ്പൊ വന്നേക്കും. ശരി, ഓക്കെ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോ വീട്ടിൽ തന്നെ നേരിട്ട് ചെല്ലണമെന്നാ പറഞ്ഞേ. പൊതുവായിട്ട് ഞാൻ ഒരു പേഷ്യന്റിനെ വീട്ടിൽ പോയി കാണാറില്ല. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളതാ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വരാമെന്ന് തന്നെ തീരുമാനിച്ചേ. ശരി, പറയൂ, എന്താണ് പ്രോബ്ലം? എന്റെ മകളാ ഡോക്ടർ. എന്തു പറ്റി നിങ്ങളുടെ മകൾക്ക്? അദ്ദേഹം ആണെങ്കിലും എന്നോടൊന്നും പറഞ്ഞില്ല. നിങ്ങളെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ അതിന് പറ്റിയ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റൂ. അവളുടെ പെരുമാറ്റം തന്നെ ശരിയില്ല ഡോക്ടർ. ദേ നോക്ക്, ഡോണ്ട് വറി, എന്ത് കാര്യമാണെങ്കിലും വ്യക്തമായിട്ട് പറയൂ. എന്റെ മോള് കുറച്ചു ദിവസമായി സംസാരിക്കുന്നത് ശരിയില്ല, പെരുമാറുന്നത് ശരിയില്ല. അവളായിട്ട് തന്നെ നടക്കുന്നില്ല. ഇന്ന് രാവിലെ കൂടെ അവൾ ഉറങ്ങുമ്പോ കാപ്പി എടുത്തോണ്ട് പോയി അവളെ വിളിച്ചെണീപ്പിച്ചതാണ്. പക്ഷേ എന്തൊരു ലവ്വ. ജൂലി മോളെ, ഇന്നാ കാപ്പി കുടിക്ക്. ഇന്നാടി കാപ്പി കുടിക്ക്. ഞാൻ കാപ്പി ചോദിച്ചോ? ചോദിച്ചോന്ന്. എനിക്ക് കോഫി വേണ്ട, ഒരു മണ്ണാങ്കട്ടി വേണ്ട. മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ. എടി, വെറുതെ ഇങ്ങനെ മിമിക്രി കാണിച്ചോണ്ടിരിക്കല്ലേ. കാപ്പി ഇവിടെ വെച്ചേക്കാം, കുടിച്ച് കപ്പ് ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചേക്ക്. മര്യാദക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? എടുത്തോണ്ട് പോടി. എടി, എന്താടി വാടി പോടി എന്നൊക്കെ സംസാരിക്കുന്ന? നിന്റെ അച്ഛൻ കൊഞ്ചിച്ച് വഷളാക്കിയിരിക്കാ. എല്ലാം അങ്ങേരെ പറഞ്ഞാ മതി. എന്തിനാ അവനെ പറ്റി പറയുന്നേ? എന്തിനാ അവനെ പറ്റി പറയുന്നേ? മര്യാദക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പുറത്തു പോക്കണം. എന്ത് എടിയെന്നോ? എടി, എന്താടി അച്ഛനെ കറി അവനിവനെന്നൊക്കെ പറയുന്നോ? നിന്നെ കൊഞ്ചിച്ച് വഷളാക്കിയതിന്റെയാ. എന്താടി നാവിന് ഇത്ര നീളം കൊടുത്തു? അയ്യോ, ഇവളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന് അറിയില്ലല്ലോ. എന്തു പറ്റി ഇവക്ക്? അയ്യോ, ഓ, ഐ സീ. അപ്പോ നിങ്ങളിന്ന് കോഫി കൊടുക്കുമ്പോ ജൂലി ആണ്ട സ്വരത്തിൽ സംസാരിച്ചല്ലേ? പക്ഷെ അവൾ ഇടയ്ക്കിടയ്ക്ക് മിമിക്രി ചെയ്തുകൊണ്ട് നിങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല, കറക്റ്റ് അല്ലേ? അതെ ഡോക്ടർ. ആ ശരി, അതിനുശേഷം എന്താ നടന്നേ? അവളുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ ആകെ പേടിച്ചു ഡോക്ടർ. അമ്മേ എന്നല്ലാതെ വേറൊന്നും വിളിക്കില്ലായിരുന്നു. അവളുടെ അച്ഛനോട് പറഞ്ഞാൽ ഇതിനൊരു തീരുമാനം കിട്ടുമെന്ന് കരുതി അദ്ദേഹത്തെ വിളിച്ച് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ചു നേരത്തിനുള്ളിൽ അവള് റൂം വിട്ട് പുറത്തോട്ട് വന്നു. അപ്പോ അമ്മ തലവേന എടുക്കുന്നു. എന്താ കോഫി എടുത്തോണ്ട് വരാഞ്ഞ്? എടി, രാവിലെ ഞാൻ കാപ്പിയും കൊണ്ട് വന്നപ്പോ മര്യാദയില്ലാതെ നീ എന്നെ വാടി പൊടിന്ന് പറഞ്ഞു. നീ അച്ഛനെയും വാടാ പോടന്നൊക്കെ സംസാരിച്ചു. ഇതൊന്നും പോരാഞ്ഞ എന്നെ പിടിച്ച് തള്ളിയും വിട്ടു. എന്നിട്ടിപ്പൊ കാപ്പി കിട്ടിയില്ലെന്നോ? അച്ഛാ, ഇത് കണ്ടില്ലേ അമ്മ? ഞാൻ എപ്പോഴാ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാൻ തന്നെ ഇപ്പഴാ എഴുന്നേറ്റ് വരുന്നത്. ഞാൻ എങ്ങനെ അച്ഛനെ ചീത്ത വിളിക്കാനാ? എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നേ? എടി മഹാഭാവി, എന്തിനാടി നീ ഇങ്ങനെ നുണ പറയുന്നേ? എന്തിനാ നീയും വെറുതെ? മോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. നിനക്ക് സ്വപ്നം കണ്ടതാവും. പോ, മോള് കാപ്പി ചോദിച്ചില്ലേ? വേഗം കൊണ്ടുവാ പോ. ഇല്ലെന്നേ, അവളാണ്. മിണ്ടാതിരി. വായി തോന്നുന്നത് ഓരോന്നിങ്ങനെ വിളിച്ചു പറയും. പോ, വേഗം പോയി കാപ്പി എടുത്തിട്ട് വാ പോ. ഇപ്പൊ കൊണ്ടുവരാം. നോട്ടം കണ്ടില്ലേ?
മോളെ ഉം, അമ്മ ഏതെങ്കിലുമൊക്കെ വട്ട് പിടിച്ച പോലെ പറയും. ഉം. മോൾ അതൊന്നും ശ്രദ്ധിക്കാതെ. ഉം. അവൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ട് നമ്മളുടെ ജീവൻ എടുത്തു കളയും. ഉം. നീ അതൊന്നും കണക്കാക്കാതെ. ശരി അച്ഛാ, അമ്മ കോഫി എടുത്തോണ്ട് വരുമ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വന്നേക്കാം. ഉം. 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 എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇരുന്ന് അവളെ നോണ പറയാ ഡോക്ടർ. അവൾ ഇങ്ങനെയൊന്നും സംസാരിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് മാത്രം കേട്ട് നിങ്ങളുടെ മകൾക്ക് എന്താണ് പ്രശ്നമെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ അവൾ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചതെങ്കിലോ. അയ്യോ, ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ച ഡോക്ടർ. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ തന്നെ കാർട്ടൂൺ, പടം, കോമഡി അങ്ങനെ എന്ത് കണ്ടാലും മിമിക്രി ചെയ്യുമായിരുന്നു. അന്നും അങ്ങനെ ചെയ്താന്ന് വിചാരിച്ചാ ഞാൻ വിട്ടത്. പിന്നൊരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദം. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഞാനിനി എന്ത് ചെയ്യും? അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ആരോ കരയുന്ന പോലെ ഉണ്ടല്ലോ. എന്താ ഇത്? ഈ നേരത്ത് ആരാ കരയുന്ന? എവിടെ പോയി? ഇങ്ങനെ കാണാനില്ലല്ലോ. ചേട്ടാ, എങ്ങോട്ടാ പോയിരിക്കുന്നു? ഹലോ. ആ. ഇല്ല. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കാതെ. ഫോൺ ഞാൻ സംസാരിക്കാന്ന് തോന്നുന്നു. നോക്കിക്കൊള്ളാമെന്നേ. എന്നെ കാര്യം പക്ഷെ ഏൽപ്പിച്ചു ഈ കഴിഞ്ഞു. കരയുന്ന ശബ്ദം എവിടുന്നാന്ന് അറിയില്ലല്ലോ. ഓക്കേ. മെയിൻ ഡോറും അവളുടെ റൂമും ഒക്കെ ലോക്കാണല്ലോ. നേരിൽ കാണുമ്പോ സംസാരിക്കാം. ഓക്കേ. ആ. ആ. ഞാനിനി എന്ത് ചെയ്യും? ശബ്ദം ഇവിടുന്നാണല്ലോ കേൾക്കുന്നത്. എന്താ ഇവളുടെ റൂമിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കുന്നത്? ഇങ്ങേരാണെങ്കിൽ ഫോൺ സംസാരിക്കുക. എന്താ നോക്ക്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ഉറപ്പായി അവനെ കൊല്ലും. അവനെ കൊന്നാ മാത്രമേ എനിക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റൂ. അയ്യോ, എന്താ ഇവള് പിച്ചും പേയും പറയുന്നല്ലോ. അയ്യോ, എന്തു പറ്റിയെന്നറിയില്ലല്ലോ. നിനക്ക് വേദനിച്ചു അല്ലേ? എനിക്ക് സങ്കടം തോന്നുന്നു. എനിക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അയ്യോ, ഇവളിങ്ങനെ സ്വയം പുലുമ്പുന്നല്ലോ. ഞാൻ അവനെ കൊല്ലാൻ നീ വിഷമിക്കണ്ട. നീ ഒട്ടും വിഷമിക്കണ്ട. ചേട്ടാ, എന്താ കാര്യം? ഇങ്ങോട്ട് വാ. എന്താ? ഇങ്ങോട്ട് നോക്ക്. അതെ, ഉം. എന്തു പറ്റി? അപ്പോഴേക്കും കടന്നല്ലോ ഇവള്. എന്താ നിനക്ക് പറ്റിയേ? ഏയ്, എന്താടി? അവള് സുഖമായിട്ട് കിടന്നുറങ്ങുകയല്ലേ?
നീ എന്താ അവൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോണ്ട് ഏതാണ്ടൊക്കെ പറയുന്നെന്നും കരയുന്നെന്നും ഒക്കെ പറയുന്നേ? ഇല്ലെന്നേ, ആ? ഇത്രയും നേരം അവള് കരയായിരുന്നു ഇവിടെ. ഞാനത് കണ്ടത് കൊണ്ടല്ലേ നിങ്ങളെ വിളിച്ച്. ഇപ്പൊ ദേ അവൾ ഉറങ്ങുന്നു. മിണ്ടാതിരി. അവളുടെ കാതിൽ ഇതൊക്കെ കേൾക്കും. നിനക്കാ കാര്യമായിട്ട് പ്രശ്നം. അവൾ ഇല്ലെന്നേ. അവളുടെ കാര്യം നോക്കുന്നുണ്ടല്ലോ. നീ മിണ്ടാതിരുന്നാ മതി. ഇനി എന്റെ മോളെ പറ്റി വല്ലതും പറഞ്ഞോണ്ടാക്കിയാലുണ്ടല്ലോ കാര്യം നീ അറിയും. മാറി നിൽക്കാം അങ്ങോട്ട്. പോ. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സംതിങ് അവളുടെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെ ഡോക്ടർ, ഞാൻ പറയുന്നത് ചേട്ടൻ കേൾക്കുന്നില്ല. എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആഗ്രഹിച്ചുണ്ടായ മകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനോ കിടന്നുറങ്ങാനോ പറ്റുന്നില്ല. എനിക്കറിയുന്നൊരു സ്വാമിജിയുണ്ട്. അദ്ദേഹത്തെ ഒരു ദിവസം പോയി കണ്ടിരുന്നു ഞാൻ. അദ്ദേഹം പറഞ്ഞ എല്ലാ പരിഹാരവും പൂജയും ചെയ്തു ഞാൻ. ഒരു പ്രയോജനവും ഇല്ല. പിന്നീടും അവൾ ഇതേപോലെ തന്നെയുള്ളത്. ഒരു ദിവസം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം അവള് ചെയ്തു ഡോക്ടർ. അന്നു മുതലാണ് ഞങ്ങളുടെ മകൾക്ക് എന്തോ മനഃശാസ്ത്രപരമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് മാമനോട് പറഞ്ഞ് നിങ്ങൾ വരുത്തിയത്. അങ്ങനെ എന്താണ് ജോലി ചെയ്തത്? എന്താ നടന്നത്? അന്നൊരു ദിവസം ഞാനും എന്റെ ഭർത്താവും ഉറങ്ങുമായിരുന്നു. അവളുടെ റൂമിലായിരുന്നു ഉറങ്ങിയിരുന്ന്. എനിക്കന്ന് സുഖമില്ലായിരുന്നു. ഞാൻ ക്ഷീണം കാരണം ഉറങ്ങുമായിരുന്നു. ഞാൻ ക്ഷീണിച്ചുറങ്ങുമ്പോ എന്റെ അടുത്താരോ നിൽക്കുന്ന പോലെ തോന്നി. നോക്കുമ്പോൾ ഞാൻ എങ്ങനെങ്കിലും കൊല്ലും. ഇന്നെന്തായാലും വിട്ടുകളയില്ല. എന്താ പറ്റിയേ? മോളെ എന്താ പറ്റിയേ? ഈ പാതിരാത്രി കത്തയും കൊണ്ട് നിൽക്കുന്നത് എന്താ മോളെ ഇത്? എനിക്ക് കൊല്ലണം, കൊല്ലണം. എന്താ പറ്റിയ നിനക്ക്? മോളെ എന്താ പറ്റിയ നിനക്ക്? വെള്ളം എടുത്തോണ്ട് വാ. എന്താ പറ്റിയത് ഇവക്ക്? എന്താ മോളെ? ഇവക്ക് ഈ രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല. എഴുന്നേൽക്ക് മോളെ. മോളെ മോളെ. അയ്യോ മോളെ, മോളെ ഇങ്ങോട്ട് താ. ഈ വെള്ളം കൊടുക്ക. മോളെ. എടി മോളെ, മോളെ ഇങ്ങോട്ട് നോക്ക്. എണീക്ക് മോളെ. എടി എണീക്ക്, വെള്ളം കളിക്ക്. ഏയ് മോളെ എണീക്കുന്നേ. എന്തായി? എണീക്ക് മോളെ. ഏയ് എന്തിനാ വെള്ളം ഒഴിച്ചത്? എന്താ നീ കാണിക്കുന്നത്? എന്താ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മോളെ അച്ഛാ, അമ്മ എന്താ പറ്റിയേ? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയേ? അച്ഛാ, അച്ഛനല്ലേ എന്നെ പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയത്? അല്ല മോളെ. ഏയ് എന്താടി ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ അഭിനയിക്കുന്ന? എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്ന? ഒന്നും മിണ്ടാതിരിക്കേ. ഇതൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പറയാ. നോക്കുമോളെ, നീ വാ, നിന്റെ റൂമിലോട്ട് പോ. അവിടെ സുഖമായിട്ട് കിടന്നോട്ടെ. ഏയ് എനിക്കെല്ലാം അറിയാം. മിണ്ടായിരി. നീ വാ മോളെ, നീ വാ. ചേട്ടാ, അവളൊന്ന് സുഖമായി ഉറങ്ങട്ടെ. വാ മോളെ. ഒന്നുമില്ല മോളെ, ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയാ മതി. ഈ പെണ്ണാണെങ്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇങ്ങേരാണെങ്കി അവളെ ഒറ്റയ്ക്ക് കിടത്തി ഉറക്കുന്നു. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ എന്റെ ഭഗവാനെ?
അതെ, ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. അവൾ എന്തോ പോലെയൊക്കെയാ പെരുമാറുന്നു. ഇപ്പൊ കണ്ടില്ലേ, കത്തി എടുത്ത് നമ്മളെ കുത്താൻ വരുന്നു. ഛേ, എനിക്കും അതാ ഒന്നും മനസ്സിലാകാത്തെ. നമ്മുടെ മോള് ജൂലി ഇങ്ങനെ ഒന്നും ചെയ്യുന്നവളല്ല. എനിക്ക് തോന്നുന്നത് അവള് ഫോണിൽ ഒരുപാട് ഗെയിംസ് കളിക്കുന്നുണ്ടെന്നാ. തനിയെ സംസാരിച്ചിട്ട് അവനെ വെടിവെക്ക്, ഇവനെ വെടിവെക്ക്, അവനെ പിടിക്കുക, ഇവനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കും. പെട്ടെന്ന് റീൽസ് ചെയ്യും, മിമിക്രി ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവളുടെ ഉള്ളിൽ എന്തോ പറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ മോളെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരേ ഒരു മകൾക്ക് ഭ്രാന്താണെന്നാ പറയുന്നത്? അങ്ങനെ അല്ലടി, നമ്മുടെ മോളെ പറ്റി ഞാൻ അങ്ങനെ തന്നെ പറയൂ. ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ആറ്റുനോറ്റുണ്ടായ മോളല്ലേ, അവൾ എങ്ങനെ വിടുന്നത് ഒട്ടും ശരിയല്ല. ശരി, നിന്റെ അങ്കിളിന് പരിചയത്തിലുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മളൊരു ഫംഗ്ഷനിലും അദ്ദേഹത്തെ കണ്ടിരുന്നല്ലോ, ആ സൈക്കാട്രിസ്റ്റ്. അവരോട് സംസാരിച്ചു നോക്ക്. ശരിയെന്നെ, എന്നാലും എനിക്ക് ഇത്തിരി പേടിയുണ്ട്. ഒന്നുമില്ല. അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഒരു ദിവസം വരാൻ പറ. ആയിക്കോട്ടെ. ശരി, അവൾ ഉറങ്ങുക. നീ ഒന്നും ആലോചിക്കാതെ ഉറങ്ങ്. ഇതാണ് ഡോക്ടറെ സംഭവിച്ചത്. പ്ലീസ് ഡോക്ടർ, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. ഹലോ സർ. ഹലോ ഡോക്ടർ. ഇരിക്കൂ. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞോ? അതിനെപ്പറ്റിയാ സംസാരിച്ചോണ്ടിരുന്ന്. അതെ ഡോക്ടർ, കുറച്ചു നാളായി ജൂലി ഇങ്ങനെയാ പെരുമാറുന്നത്. അല്ലെങ്കിൽ നല്ല ടാലന്റ് ഉള്ള കുട്ടിയാ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. മനസ്സിലായി സർ. നിങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവളുടെ മനസ്സിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചില ടെസ്റ്റുകൾ നടത്തി നോക്കിയാൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ശരി ഡോക്ടർ, എന്നാ ഉടനെ തന്നെ നോക്കണം ഡോക്ടർ. അതെ ഡോക്ടർ. പാവം ജൂലിയെ വിചാരിച്ച് ഇവള് ഒന്നും കഴിക്കുന്നത് പോലുമില്ല. സാർ, ഞങ്ങളുടെ മോളെ വേഗം സുഖപ്പെടുത്തണം. ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലായി. നാളെ ഞാൻ കുറെ മെഡിസിൻസ് എടുത്തോണ്ട് വരാം. അത് ജൂലിക്ക് ഇവിടുത്തെ ടെസ്റ്റ് നടത്തി നോക്കാം. നിങ്ങൾ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. കാരണം ഇതൊക്കെ ഈ കാലത്ത് സാധാരണ നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ചിലപ്പോൾ ഫോൺ അഡിക്ഷനിൽ കൂടിയും സംഭവിച്ചായിരിക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. സോ ഡോണ്ട് വറി, ഞാൻ വരാം. ശരി ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. എന്താണ് അവളുടെ അസുഖം മാറുമല്ലോ? തീർച്ചയായും മാറും. വാ. വരൂ ഡോക്ടർ, വരൂ. നമസ്കാരം. ഇരിക്കൂ ഡോക്ടർ. ഇപ്പൊ ജൂലി എന്ത് ചെയ്യുക? അവള് റൂമിലാ ഉള്ളത് ഡോക്ടർ. ഇസ് ഷീ നോർമൽ? നോർമൽ ആയിട്ടാ ഉള്ളത് ഡോക്ടർ. സാർ എവിടെ? അവളോടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഓ ഓക്കെ, അദ്ദേഹം വരട്ടെ. ഞാൻ പറയുന്ന പോലെ ചെയ്യേ. ഓക്കെ ഡോക്ടർ. ഹലോ ഡോക്ടർ. ഹലോ സർ. ഇരുന്നാട്ടെ. ഡോക്ടർ, നിങ്ങൾ അകത്ത് പോയി മോളോട് സംസാരിച്ചു നോക്കൂ. യെസ്, അതിനു മുമ്പ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. പറയൂ ഡോക്ടർ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഗുളിക കോഫിയിലോ അല്ലെങ്കിൽ പാലിലോ ചേർത്ത് അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അതിനുശേഷം ഞാൻ സംസാരിച്ചോളാം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, നിങ്ങൾ പറഞ്ഞ സമയം ആയല്ലോ. ശരി, ജൂലിയോട് വരാൻ പറയൂ. ശരി, പോയി കൂട്ടിയിട്ട് വാ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരി ഡോക്ടർ. എന്താ അമ്മേ, ആരാ വന്നിരിക്കുന്നേ? ഇരിക്ക്. ഹായ് മോളെ. ഹായ്. എന്റെ പേര് രാജേഷ്. ഹായ് സർ. ഞാൻ സാറിനെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. മോളെ,
നമ്മുടെ ബന്ധുവാ മോളെ ഇത്. ഉം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ജൂലി എന്താണ് കഴിച്ചത്? ഇഡ്ലിയാണ് ഓ അങ്കിൾ. ശരി, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഉം. ജോലിക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നല്ലോ. ആ അതെ അങ്കിൾ, വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നന്നായിരിക്കുന്ന വിചാരിക്കുന്നത്. ഓ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓക്കെ, പറയണേ. ഉം. എന്റെ പരിചയക്കാരുടെ ഞാൻ അന്വേഷിക്കാം. ഓക്കെ അങ്കിൾ. അതുപോലെ നീ നല്ല മിമിക്രി ചെയ്യുന്നു പറഞ്ഞു കേട്ടു, സത്യമാണോ കേട്ടത്? ചെറുതായിട്ടൊക്കെ ചെയ്യും. ശരി, എന്തെങ്കിലും ഒരു വോയിസ് ചെയ്ത് കാണിച്ചേ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ. ആ, അതും ആണുങ്ങളുടെ സ്വരം ഭംഗിയായിട്ട് ചെയ്യുന്നു കേട്ടു, അത് മോടെ സ്പെഷ്യൽ ആണോ? അയ്യോ അങ്കിൾ, അതൊന്നും എനിക്ക് ഒട്ടും വരില്ല. മെയിൽ വോയിസ് എങ്ങനെ എനിക്ക് വരാനാ? അല്ലല്ലോ, മോള് നന്നായിട്ട് ചെയ്യുന്നാണല്ലോ ഞാൻ കേട്ടെ. ആ? എന്നാരാ പറഞ്ഞ്? നിന്റെ അച്ഛനും അമ്മയും തന്നെ പറഞ്ഞത്. ഉം. എന്താ ഇത്? പ്ലീസ് ഒന്ന് ട്രൈ ചെയ്യേ. അതോ അത് വന്നിട്ട് എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താണോ? ഹേയ് സൂപ്പർ, വളരെ നന്നായിട്ട് ചെയ്തല്ലോ മോളെ. എടാ വിട്ടി, മര്യാദയ്ക്ക് പൊക്കോണം, അല്ലെങ്കിൽ അടിച്ച് കൊല്ലും ഞാൻ. ഏയ്, മോളെ, മോളെ വേണ്ട. നീ പോടോ. മോളെ ജൂലി, നീ പോവാൻ. ജൂലി അയ്യോ ചേട്ടാ, മാറി നിൽക്ക്. ജൂലി, ജൂലി വിട്. ജൂലിത്തെ വിട്. ഞാൻ നോക്കിക്കോളാം, ഞാനല്ലേ പറഞ്ഞെ? ഞാൻ നോക്കിക്കോളാം സാറേ. പോവാൻ പറഞ്ഞില്ലേ? ഇങ്ങോട്ടേക്ക്. എന്താ പറ്റിയ നിനക്ക്? വിട്ടി. ജൂലി ആ, അയ്യോ വിട് മോളെ. ഡോക്ടർ, ജൂലി, ജൂലി, ജൂലി ജൂലി, ജൂലി ജൂലി, ജൂലി മോളെ, ജൂലി മോളെ, എണീക്ക് എഴുന്നേക്ക് മോളെ, മോളെ. എണീക്ക് ജൂലി, ജൂലി. ജൂലി, ഡോക്ടർ, എന്ത് ഡോക്ടർ, പറ്റി എന്താ ഇവൾക്ക് പറ്റിയത് ഡോക്ടർ? നോക്കിയേ. ജൂലി, വിഷമിക്കണ്ട. ജൂലി, പേടിക്കാതിരിക്ക്. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് മോളെ, വരാം. എന്നെ നോക്ക് വെയിറ്റ്, മോളെ. വെയിറ്റ്. വെള്ളം ഒന്നും കൊടുക്കണ്ട, മോളെ, മോളെ അകത്തേക്ക് ജൂലി കൊണ്ടുവാ. മോളെ, വാ. എടുത്തു പൊക്ക്. വാ. സൂക്ഷിച്ച്, സൂക്ഷിച്ച്, സൂക്ഷിച്ച് പോണേ. ജൂലി, ജൂലി മോളെ, എന്ത് പറ്റി മോളെ എഴുന്നേക്ക് മോളെ, കണ്ണു തുറക്ക്. ജൂലി മോളെ, അയ്യോ ഡോക്ടർ. എന്ത് അല്ലേ? പറ്റി മോളെ ഡോക്ടർ? ഓക്കെ നിനക്ക്? ഓക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കണം. നിങ്ങൾ വിഷമിക്കാതെ, ഞാൻ ഇവളെ നോക്കില്ല. എങ്ങനെയാണ് പെരുമാറുന്നത് ഡോക്ടർ? നിങ്ങൾ പേടിക്കണ്ടെന്നേ. ഡോക്ടർ, ഞങ്ങളുടെ മോൾക്ക് എന്തായി ഡോക്ടർ? ഓക്കെ ഓക്കെ, ഡോണ്ട് വറി, ഡോണ്ട് വറി. ഞാനിപ്പോ മോളോട് സംസാരിക്കാൻ പോവാ. മോളുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ പേടിക്കരുത്, ശബ്ദം ഉണ്ടാക്കല്ലേ. വാ പ്ലീസ്, ഇങ്ങോട്ട് മാറി. ഒന്ന് നോക്കിയാട്ടെ ഞാനൊന്ന് ഡോക്ടർ പ്ലീസ്. ജൂലി, ജൂലി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ജൂലി, നീ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ തല ചെറുതായിട്ട് നാട്ട്. ഉം. ഗുഡ്, വെരി ഗുഡ്. ജൂലി, ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയണം. പറയില്ലേ? ഉം. ജൂലി, ഇപ്പോ നിന്റെ 10ാമത്തെ വയസ്സിനെ കുറിച്ച് ഓർത്തേ. അപ്പൊ നീ എന്താണ് ചെയ്തോണ്ടിരുന്നത്? എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയൂ, പറയൂ ജൂലി. കുറച്ച് കുറച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. അന്ന് ഞങ്ങൾ എന്റെ മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു. ആ. അവിടെ ഉള്ളപ്പോ വളരെ സന്തോഷമായിരുന്നു. ആ, എന്റെ മുത്തശ്ശി എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരും. ഗുഡ്. ശരി, നിന്റെ 15ാമത്തെ വയസ്സിൽ നീ എന്താണ് ചെയ്തോണ്ടിരുന്നത്? ആ സമയത്ത് നീ 10th പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു, കറക്റ്റ്? അല്ല ഡോക്ടർ, ഞാൻ +1 പഠിക്കുകയായിരുന്നു. ആഹാ, എനിക്ക് 5 വയസ്സുള്ളപ്പോ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോയി ചേർത്തു. ഓ സൂപ്പർ. അപ്പോൾ പെട്ടെന്ന് തന്നെ കോളേജിലെത്തി. നിന്റെ കോളേജിലെ കാര്യങ്ങളെ പറ്റി പറയൂ, കേക്കട്ടെ. അതിനെ പറ്റിയോ? അത് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. അവിടെ വെച്ച് ആഹാ. കിട്ടിയ സന്തോഷം പിന്നെ ഒരിക്കലും എനിക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒരിക്കലും ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഐ വാസ് സോ ഹാപ്പി, ഓ, വെരി ഹാപ്പി. ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ കോളേജില് മറക്കാൻ പറ്റാത്ത നിന്റെ ഫ്രണ്ട്സ്, ക്രഷ്, എല്ലാറ്റിനെയും കുറിച്ച് പറയേ. അങ്ങനെ കുറേ പേരുണ്ട് ഡോക്ടർ, ഒത്തിരിയും പേര്. ക്രഷ് ആരാണെന്ന് ചോദിച്ചാ കോളേജിൽ എല്ലാവർക്കും ആ. ക്രഷ് പ്രൊഫസർ രവി സാറിനോടാ. ആഹാ. അങ്ങേരോട് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ക്രഷ് ആയിരുന്നു. സാധാരണ എല്ലാ പെൺകുട്ടികളും ഏതെങ്കിലും ഒരു പ്രൊഫസറിനോട് ക്രഷ് ഉണ്ടാകാറുണ്ട്. ശരി, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ജൂലി, നിന്നോടാ ചോദിച്ചത്. അയ്യോ അയ്യോ, എന്താ എന്താ ഇത്? ഡോക്ടർ,
ഡോക്ടർ എന്ത് പറ്റി Wait, wait, ഡോക്ടർ? wait, wait. അയ്യോ ജൂലി. Julie, are you all right? Everything is okay? ഓക്കെ, അതിനെപ്പറ്റി ടെൻഷൻ ആവണ്ട. നിന്റെ ലവിനെ പറ്റി പറയേ. ഈ ലവിനെ കുറിച്ചൊക്കെ എനിക്കപ്പോ ഒന്നും അറിയില്ലായിരുന്നു. കോളേജ് ഫസ്റ്റ് ഇയറിലൊക്കെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എന്റെ ഫ്രണ്ട്സ്, ജൂനിയേഴ്സ് എല്ലാവരും പ്രേമിക്കുമായിരുന്നു, ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഫീൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നീ വല്ലാതെ നാണിക്കുന്നുണ്ട്. നിന്റെ മനസ്സ് കൊള്ളയടിച്ച ആ ആളാരാണ്? അത് എന്റെ സീനിയറാ. അത്രയും നാൾ ഞാൻ അദ്ദേഹത്തെ കോളേജിൽ കണ്ടിട്ടേ ഇല്ലായിരുന്നു. ആരെ കണ്ടിട്ടും ഞാനിങ്ങനെ വീണു പോയിട്ടുമില്ല. എന്നാ അവനെ കണ്ടപ്പോഴേക്കും ഞാൻ വീണുപോയി. ആഹാ. എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ്. ആക്ച്വലി എന്റെ മിമിക്രിക്ക് അവൻ ഒരു ഫാനാ. ഓ നൈസ്. അപ്പോ രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി. അതിനുശേഷം എന്താ നടന്നേ? അത് ഞങ്ങളെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ആ. എന്നെ പല സ്ഥലത്തേക്കും എപ്പോഴും അവൻ കൂട്ടിക്കൊണ്ട് പോവായിരുന്നു. അയ്യോ, ഓ. ഷോപ്പിംഗ്, മൂവി, ബീച്ച്, ഇങ്ങനെ എല്ലായിടത്തേക്ക് പോകുമ്പോഴും അത്രയ്ക്ക് സന്തോഷമായിരിക്കും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരും. ആ. എന്നെ അത്ര നന്നായിട്ട് നോക്കുകയും ചെയ്തു. ഗുഡ്. ആ ആൾ ആരാണ്? അയാൾക്കൊരു പേരുണ്ടാവല്ലോ. വിക്കീന. അവന്റെ പേര് വിക്കി. മൈ ലവ്. ഞാൻ നിന്നെ ഒരിക്കലും മിസ് ചെയ്യില്ല. ഞാനും അതെ. നീ പറയുന്നതെല്ലാം വെച്ച് നോക്കുമ്പോ വിക്കി വളരെ നല്ല പയ്യനാണെന്ന് തോന്നുന്നു. നിനക്ക് വിക്കി ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? അതെ. ഞാനെന്ന് വെച്ചാ അവന് ജീവനായിരുന്നു. ഓ അയ്യോ. ശരി, വിക്കി ഇപ്പൊ എവിടെയാണ്? എന്താണ് ചെയ്യുന്നത്? ആ വിക്കി, പറമോളെ, വിക്കി, ധൈര്യമായിട്ട് പറയേ. വിക്കി. എടി, സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തിനാ സൈലന്റ് ആയി നിൽക്കുന്നത്? കാര്യം എന്താന്ന് പറഞ്ഞാലേ മനസ്സിലാവും. വിക്കി, എന്റെ അച്ഛനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അമ്മ സപ്പോർട്ട് ചെയ്യും, പക്ഷെ അച്ഛൻ... ഇത് നോക്കിയേ, പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഈ കല്യാണം നടത്തണം. ഞാൻ അത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ആ, വിക്കി. ഞാനും നിന്നെ സീരിയസ് ആയിട്ടാ പ്രേമിക്കുന്നത്. വിക്കി, കോളേജിൽ പഠിച്ചോണ്ടിരുന്ന ആ 3 വർഷം നിന്റെ കൂടെ ഞാൻ അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണം. സ്വർഗത്തെ പറ്റി നരകത്തെ പറ്റി എല്ലാരും പറയാറുണ്ട്. നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് നരകമാണ്. നിന്റെ കൂടെ എവിടെയാണെങ്കിലും അതെനിക്ക് സ്വർഗമാ. ഇത് നോക്കൂ ജോലി, എനിക്ക് നിന്നെ പോലെ സംസാരിക്കാനൊന്നും അറിയില്ല. പക്ഷെ നീയാണ് എനിക്കെല്ലാം. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും മിസ് ചെയ്യില്ല. വിക്കി, എനിക്ക് നിന്നെ വേണോടാ. എന്തിനാടി വിഷമിക്കുന്നത്? ഞാൻ നിന്റെ കൂടെ ഇല്ലേ. നീ ഒന്നും പേടിക്കണ്ട. ബൈ ബൈ. ബൈഡാ. ബൈ. ആ വിക്കി. വിക്കി. ഓക്കെ 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 ഓക്കെ, ഒരു കുഴപ്പമില്ല മോൾക്ക്, ഒന്നുമില്ല. ഡോണ്ട് വറി, ഡോണ്ട് വറി. ജൂലി, കരയാതെ മോളെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. എന്തു പറ്റി? എന്തിനാ നീ കരയുന്നേ?
വിക്കി നീയും തമ്മിൽ പിണങ്ങിയായിരുന്നോ? അവൻ നിന്നോട് സംസാരിക്കില്ലേ? ഇതേ നോക്ക്, എന്ത് കാര്യമാണെങ്കിലും എന്നോട് തുറന്നു പറയേ. ഞാനിപ്പോ നിന്റെ ഫ്രണ്ടായി മാറിയില്ലേ? ഞാൻ അവനോട് സംസാരിച്ച് നിങ്ങളുടെ രണ്ടുപേരും കല്യാണം നടത്തി തരാം. ഓക്കെ? അതൊരിക്കലും നടക്കില്ല. അവനെ കാണാതെ പോയി. കാണാതെ പോയെന്നോ? എന്ത് പറ്റി? നിങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നില്ലേ? അതെ ഡോക്ടർ, എന്റെ അച്ഛന് കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ അവനെ കാണാതായി. ശരി, കൂൾ കൂൾ കൂൾ. എങ്ങനെയാണ് കാണാതെ പോയെന്ന് നിനക്കറിയില്ലേ? ഇപ്പൊ എന്താ അവൻ എങ്ങനെയാ കാണാതെ എന്നുള്ള കാര്യം ഞാൻ പറയണോന്ന്? ഒന്നുമില്ല. ഓക്കെ. ഇവളുടെ തന്താന്ന് പറഞ്ഞൊരുത്തനില്ലേ, അയാളെ എന്നെ കൊന്നു തള്ളിയത്. മഹാഭാപിയവൻ. നാട്ടുകാരടുത്ത് എന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞു വെച്ചിരിക്കുക ആ ദുഷ്ടൻ. ഇതാർക്കും അറിയാത്ത കാരണം അങ്ങ് മറച്ചു കളയാന്ന് കരുതി. ഇതെങ്ങനെ അറിഞ്ഞെന്നറിയോ? ഏയ് നിക്ക്. ഏയ് നിക്കടാ. എടേ, ഏയ് മര്യാദക്ക് നിക്ക്. ഏയ് നിന്റെ വിക്കിയുടെ അടുത്ത് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നിരുന്നു. നിന്റെ അച്ഛനും ആളുകളും ചേർന്ന് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് എന്നെ ഫോൺ ചെയ്യാന്നോ പറഞ്ഞ്. പക്ഷെ മെസ്സേജ് വന്ന് 10 മിനിറ്റിന് ശേഷം വിക്കി, എന്റെ വിക്കി എന്നെ വിട്ടിട്ട് പോയി. എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. എനിക്ക് അവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കൂൾ. ഒന്നുമില്ല ജൂലി, ഒന്നുമില്ല. റിലാക്സ്. എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് ഓക്കെ ജൂലി. കൂൾ. റിലാക്സ്. അവനെ കാണാനില്ല, അവൻ ഓടിപ്പോയെന്നൊക്കെ പറഞ്ഞത് നുണയായിരുന്നോ? അപ്പോ നിങ്ങളാണ് അവനെ കൊന്നതല്ലേ? സത്യം പറഞ്ഞോ? സത്യം പറയുന്നേ, സത്യം പറയേ. അയ്യോ, ആഗ്രഹിച്ചുണ്ടായ മകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം തന്നെ നിങ്ങളാണ്. പറയുന്നേ, ഇവളെ എങ്ങനെയാ ഗുണമാക്കുക? ഹലോ, ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മൾ ജൂലിയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ വീണ്ടും അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. വരൂ, പോ. പ്ലീസ് പുറത്തോട്ടിരിക്കാം. നോക്ക്, എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഇതൊരു സാധാരണ കാര്യമല്ല. ജൂലിയുടെ മനസ്സിപ്പോ വല്ലാതെ അഫക്റ്റഡ് ആയിരിക്കുകയാണ്. അവൾക്ക് മെന്റൽ സ്ട്രെസ് കൊണ്ട് ഭ്രാന്തായി മാറാം. നോക്ക്, ജൂലി ആയിരിക്കുമ്പോൾ അച്ഛനോട് പകരം ചോദിക്കാൻ പറ്റില്ലെന്നുള്ള ദേഷ്യം. അതേസമയം ജൂലിയുടെ ഉള്ളിൽ വിക്കിയും വന്നിട്ട് പോകുന്നുണ്ട്. എന്റെ അച്ഛനെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള നിരാശയും അവിടെ ഉള്ളിൽ വല്ലാതെയുണ്ട്. സോ ഇങ്ങനെ തന്നെ ഇത് തുടരുകയാണെങ്കിൽ ഇതൊരു ഘട്ടത്തിൽ തന്റെ ശത്രുവിനെ കൊല്ലാൻ കഴിയാത്തതിലുള്ള കോപത്തിലും ഭയത്തിലും ജൂലി തന്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, ജൂലിയുടെ ശത്രു താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാകും, അല്ലെങ്കിൽ അയാളെ ചാകണം.
അത് നിങ്ങളുടെ കയ്യിലാണ്. അങ്ങനെ ഈ 2 കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ മകളെ നഷ്ടപ്പെട്ടേക്കും. അതെ, എന്റെ മോളെ പ്രേമിച്ചെന്ന ഒരേ ഒരു കാരണത്തിനാ ആ ചെറുക്കനെ നിങ്ങൾ കൊന്നത്. സ്വന്തം മോളേക്കാൾ നിങ്ങൾക്ക് ജാതിയാണോ മുഖ്യം? അവൻ എത്ര മര്യാദയോടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് പെണ്ണ് ചോദിച്ച് നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? ആശിച്ച് മോഹിച്ചുണ്ടായ ഒരേ ഒരു മകളാണവൾ. അവളുടെ ജീവിതം തന്നെ ഇല്ലാതായി. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായോ? ഇനിയും നിങ്ങൾ എങ്ങനെ വിട്ടാൽ ഈ കുടുംബം തന്നെ ഇല്ലാതാകും. മര്യാദയ്ക്ക് ഞങ്ങളെ വിട്ടു പോയിക്കോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ ചോറിൽ വിഷം വെച്ച് കൊല്ലും. പാപി, മഹാപാപി, നിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി എന്റെ മോളുടെ ജീവിതമാ ഇല്ലാതാക്കിയത്. അയ്യോ 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 അയ്യോ. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പോയി പോലീസിൽ സറണ്ടർ ആവാം. ആദ്യം എന്റെ മോളോട് ഞാൻ മാപ്പ് ചോദിക്കട്ടെ. മോളെ ജൂലി, സർ. ജൂലി, മോളെ ജൂലി, ജൂലി മോളെ. അയ്യോ ജൂലി, ജൂലി, എനിക്ക് മാപ്പ് താ മോളെ. ഞാൻ വലിയ തെറ്റാ ചെയ്തത്, എന്നോട് ക്ഷമിക്കും മോളെ. ഞാൻ ഈ നാട്ടുകാരുടെയും ജാതിക്കാരുടെയൊക്കെ വാക്ക് കേട്ട് തെറ്റ് ചെയ്തു മോളെ. നിന്റെ കാല് പിടിച്ച് ചോദിക്കുക, എനിക്ക് മാപ്പ് താ മോളെ. എങ്ങനെയെങ്കിലും നീ പഴയ പോലെ ആയി വാ മോളെ. അച്ഛൻ ചെയ്ത തെറ്റിന് അച്ഛൻ തന്നെ ശിക്ഷ അനുഭവിച്ചോളാം മോളെ. ഞാൻ ഇപ്പൊ തന്നെ പോലീസിൽ പോയി സറണ്ടർ ആവാം. എന്നെ അവര് തൂക്കിക്കൊന്നാലും വിരോധമില്ല മോളെ. എന്റെ മോള് വേഗം എഴുന്നേറ്റ് വാ. നീ പഴയ പോലെ ആവണം എന്റെ പൊന്നു മോളെ. അയ്യോ, ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ച ഞാൻ അവനെ തന്നെ നിനക്ക് കല്യാണം കഴിച്ചു തരുമായിരുന്നല്ലോ മോളെ. ശരി മോളെ, അച്ഛൻ പോവാ മോളെ. നീ തിരിച്ചു വാ, വേഗം തിരിച്ചു വാ. അച്ഛൻ പോവാ മോളെ. എനിക്ക് മാപ്പ് താ മോളെ.